കർത്താവിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മള് ഒരു വലിയ പുസ്തകമാണ് പഠിക്കുന്നത്. അതുകൊണ്ട് കഴിവതും വേഗത്തിൽ വിഷയങ്ങൾ പഠിച്ചു പോകാനാണ് ശ്രമിക്കുന്നത്. നിങ്ങളുടെ സഹകരണമാദ്യോടൊപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് സംബന്ധിക്കുന്നവർ എല്ലാ ക്ലാസ്സിലും സംബന്ധിക്കണം എന്ന് വിനയത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവവചന പഠനം, അപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഷൈജൻ ബ്രദർ പ്രത്യേകം പറയുകയുണ്ടായി. ആ സഹോദരന്റെ താല്പര്യം വളരെ വലുതാണ്. എന്നെ പലവട്ടം ഇന്ന് തന്നെ പലവട്ടം കോണ്ടാക്ട് ചെയ്യുകയുണ്ടായി. തൻ്റെ വചന പഠനത്തിന് വേണ്ടിയുള്ള തൻ്റെ ഉത്സാഹവും താല്പര്യവും വളരെ ശ്ലാഘനീയമാണ്, അഭിനന്ദനാർഹമാണ്. ഈ ക്ലാസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തല വലുതാക്കാനല്ല, നമ്മുടെ ബുദ്ധിയും അറിവും വലുതാക്കാൻ വേണ്ടിയല്ല. നമ്മൾക്ക് ആത്മീകമായ ചില പ്രയോജനങ്ങൾ ഉണ്ടാകും. 21 അധ്യായങ്ങളുള്ള ഒരു വലിയ സുവിശേഷമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം. അതിലും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ അധ്യായങ്ങളിലും മറ്റ് പുസ്തകങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന അധ്യായങ്ങളാണ് ഈ യോഹന്നാന്റെ സുവിശേഷത്തിലുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഈ പഠനം കൊണ്ട് യോഹന്നാൻ ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കണം. അതിനുവേണ്ടി അത് നമ്മൾക്ക് പിന്നാലെ ചിന്തിക്കാം. ഞങ്ങൾ ഇന്ന് രാവിലെ ദൈവവചനം ധ്യാനിച്ചപ്പോൾ ദൈവവചന പഠനത്തെക്കുറിച്ച് ചിന്തിച്ച ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ ആദ്യം ഒന്ന് കൊണ്ടുവന്നിട്ട് നമ്മുടെ പഠനത്തിലേക്ക് മടങ്ങാം. 2 തീമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. ധന്യനായ പൗലോസ് ശ്ലീഹ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യം വായിക്കേണ്ട, എളുപ്പത്തിന് വേണ്ടി ഞാൻ ആ പോയിന്റ്സ് ഒന്ന് പറഞ്ഞു പോകാം. ഒന്ന്, 14-ാം വാക്യം തുടങ്ങുമ്പോൾ പൗലോസ് തീമോഥെയോസിനോട് പറയുന്നത്, നീ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കണം. അപ്പോൾ ദൈവവചനം നമ്മൾക്ക് പഠിക്കുവാൻ ചിലരുണ്ടാവും. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുക. കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. തീമോഥെയോസിനോട് പൗലോസ് പറഞ്ഞ കാര്യം നിങ്ങളോട് ഇന്ന് പറയുകയാണ്, ഇന്നവനോട് പഠിച്ചു. ആരോടാ പഠിച്ചത്? PS തമ്പാനോട് പഠിച്ചു. അത് ഓർക്കണം. ഞാൻ ഒരു വചനം ഇതും കൂടി ചേർത്ത് ഓടിച്ചു പറഞ്ഞിട്ട് അങ്ങ് പോകാം. എല്ലാവരുടെയും മുമ്പിൽ പോയിരുന്ന് വചന പഠനത്തിന് ഇരിക്കരുത് കേട്ടോ. വചനം യഥാർത്ഥമായി പഠിപ്പിക്കുന്നവരുടെ അടുത്ത് വേണം നമ്മൾ വചനം പഠിക്കാൻ. വചനത്തെ വ്യതിചലിപ്പിക്കുകയും വക്രീകരിക്കുകയും ചെയ്യുന്നവരുടെ മുമ്പിൽ വചന പഠനത്തിന് നമ്മൾ അവസരം ഉപയോഗിക്കാൻ പാടില്ല. അതാണ് പൗലോസ് പറഞ്ഞ്, നീ ആരോടാ പഠിച്ചത്? നീ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കണം. രണ്ടാമത് അവിടെ എഴുതിയിരിക്കുന്ന കാര്യം, പഠിക്കുന്നത് എന്തിനാണ്? അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ജ്ഞാനിയാക്കുക. തിരുവഴുത്തിൽ നിന്നാണ് പഠിക്കുന്നത്. എന്തിനാ പഠിക്കുന്നത്? ജ്ഞാനിയാകാനാണ് പഠിക്കുന്നത്. എന്ത് ജ്ഞാനമാണെന്ന് നോക്കിയേ, രക്ഷയ്ക്ക് മതിയായ തിരുവഴുത്ത്. രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുക. എല്ലാവർക്കും രക്ഷിക്കപ്പെടാൻ കഴിയും. ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നത് എല്ലാവർക്കും രക്ഷിക്കപ്പെടാൻ കഴിയും. പക്ഷേ രക്ഷയുടെ ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ വചനം പഠിക്കണം. മനസ്സിലായല്ലോ? അത്രയും ഞാൻ പറയും. നമ്മുടെ ക്ലാസ്സിന്റെ ഉദ്ദേശം എന്താ? നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടവരാ. ഈ രക്ഷിക്കപ്പെട്ട നമ്മളുടെ രക്ഷയുടെ പരിജ്ഞാനം
ആ രക്ഷയുടെ ആഴം, വ്യാപ്തി, ഇതൊക്കെ പഠിക്കാൻ ആവശ്യം. മൂന്നാമത് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തിരുവെഴുത്തുകളാ പഠിക്കേണ്ടത്. കണ്ടോ, രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളാ പഠിക്കേണ്ടത്. അയ്യോ, ദൈവത്തിന് സ്തോത്രം. നിങ്ങളും സ്തോത്രം അൺമ്യൂട്ട് ചെയ്ത് സ്തോത്രം പറയാൻ താല്പര്യമുള്ളവർ സ്തോത്രം പറഞ്ഞോണോ. ഈ ദൈവ വചനമാ പഠിക്കേണ്ടത്, തിരുവെഴുത്താ പഠിക്കേണ്ടത്. വേറെ ഒന്നുമല്ല നമ്മൾ പഠിക്കേണ്ടത്. വേറെ പലയിടത്തും പലതും പഠിപ്പിക്കുന്നുണ്ട്. ദൈവവചനം പഠിക്കണം. രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ വേണം പഠിക്കാൻ. ഇനി അതിൽ നാലാമത് മറ്റൊരു കാര്യം കൂടി എന്താണെന്നറിയാമോ? നീ ബാല്യം മുതൽ അറിയുക. നമ്മുടെ വീടുകളില് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ വചനം ബാല്യം മുതൽ പഠിപ്പിക്കണം കേട്ടോ. അവര് വഴി തെറ്റി കഴിഞ്ഞിട്ട് അവരെ നേരെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കരുത്. എന്നെ പോലുള്ളവരോടൊക്കെ, ജോസാറിനെ പോലെയും അതുപോലെ ഷൈജം ബ്രദറിനെ, റിജിമോൻ വാർഷയെ പോലെയുള്ളവർ, എൻ്റെ മോക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ, എൻ്റെ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. എപ്പോഴാ? കതിരെ കൊണ്ട് വളം വയ്ക്കാൻ നോക്കരുത്. ബാല്യം മുതൽ തിരുവെഴുത്ത് അഭ്യസിപ്പിക്കണം. ഇനി മറ്റൊരു കാര്യം നോക്കിക്കാട്ടെ, ബാല്യം മുതൽ പഠിക്കുക എന്ന് മാത്രമല്ല, 15-ാം വാക്യത്തിൽ നീ പഠിക്കണം, തിരുവെഴുത്ത് പഠിക്കണം. ഓരോ ദൈവവചനത്തെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ ആഗ്രഹം പഠിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്ത ആശയം നോക്കിയേ, നമ്പർ എത്ര ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ 1, 2 തുടങ്ങി, ഇപ്പൊ നമ്പർ എത്ര ആയെന്ന് എനിക്ക് ഓർമ്മയില്ല. പഠിച്ചാൽ മതിയോ? നിശ്ചയം പ്രാപിക്കണം. ദൈവം ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാൽ ഉത്തരം പറയാൻ കഴിയും. പഠിക്കണമെന്ന് മാത്രമല്ല, പിന്നെ നിശ്ചയം പ്രാപിക്കണം. അതിന്റെ അഷ്വറൻസ് ഉണ്ടാകണം. വചനത്തില് വലിയ ഉറപ്പ് നമുക്കുണ്ടാവണം. ഒരു ഉപദേശം സംബന്ധിച്ച് ഒരാൾ വന്ന് ഒന്ന് പറയുമ്പോൾ അങ്ങോട്ടും, മറ്റൊരാൾ വന്ന് വേറൊന്ന് പറയുമ്പോൾ ഇങ്ങോട്ടും ചായാൻ പാടില്ല. അതിൽ നിശ്ചയം പ്രാപിക്കണം. ഇനി അടുത്ത കാര്യം നോക്കിയ ആ വാക്യത്തിൽ പറയുന്നത്, നിശ്ചയം പ്രാപിച്ചാൽ പോരാ, അതിൽ നിലനിൽക്കണം. അതൊരു വലിയ കാര്യം. വചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ചിട്ട് അതിൽ എന്ത് ചെയ്യണം? നിലനിൽക്കണം. പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങുകയില്ല എന്ന് പറഞ്ഞതുപോലെ ഉറപ്പ് ദൈവത്തിന്റെ വചനത്തിൽ നിശ്ചയം പ്രാപിച്ച് അതിൽ നിലനിൽക്കണം. ഇനിയും ഈ പഠനം കൊണ്ട് സാധിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? അത് അടുത്ത വചനത്തിലുണ്ട്. 16, 17 വാക്യങ്ങളുണ്ട്. എന്താ? സൽപ്രവർത്തികൾക്ക് വക പ്രാപിച്ച് തികഞ്ഞവനാകുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ തികഞ്ഞവൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഇപ്പൊ നമ്മൾ യോഹന്നാൻ സുവിശേഷമാണ് പഠിക്കുന്നത്, അതുകൊണ്ട് ഞാനിപ്പോ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഒറ്റ കാര്യം എന്താ? നമ്മൾ തികഞ്ഞവരാണ്. സൽപ്രവൃത്തി, ക്രിസ്തീയ ജീവിതത്തിൽ, വിശുദ്ധ ജീവിതത്തിൽ നമ്മൾ തികഞ്ഞവരാകാനാണ് പഠനം. മനസ്സിലായല്ലോ? ഇനിയും ഒടുവിൽ നമ്മൾ കാണുന്നത്, ആ തികഞ്ഞവരാകാൻ തിരുവെഴുത്ത് നമ്മളെ സഹായിക്കുന്നത് ഏതൊക്കെ വിധത്തിലാണെന്നറിയാമോ? ഒന്ന് ഉപദേശം, ഡോക്ടറിൻ. 2 ദൈവവചനം നമ്മളെ ശാസിക്കും, ശാസനം. 3 എന്താണ്? ഗുണീകരണം. നമ്മൾ പഠിച്ചതിന്റെ മുകളിൽ വീണ്ടും വീണ്ടും ദൈവാത്മാവ് ചില കാര്യങ്ങൾ, അതാണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഗുണീകരണം. ഇനിയും ഒടുവിൽ നീതിയിലെ അഭ്യാസം. അപ്പൊ ഇതിനു വേണ്ടിയാണ് ഞാനിപ്പം അവിടെ ഒരർത്ഥവിരാമം കൊടുത്തിട്ട് നമ്മുടെ പഠനത്തിലേക്ക് മടങ്ങി വരാം. ഇതിനു വേണ്ടിയാണ് നമ്മൾ തിരുവെഴുത്ത് പഠിക്കുന്നത്. ഈ ഭാഗം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വിട്ടുപോകരുത്. ഈ ഓർമ്മയും ധ്യാനവും നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മുടെ പഠനം തുടരാൻ. യോഹന്നാന്റെ സുവിശേഷം മടങ്ങി വരാൻ നമുക്ക്. ആ സുവിശേഷത്തെ കുറിച്ചുള്ള പഠനം നമ്മുടെ ഈ പ്രാരംഭ ക്ലാസ്സുകള്
ആരും വിരസമായിട്ട് വിചാരിക്കരുത്. ഇത് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും, മുഖവുരയായിരിക്കും, ആമുഖമായ ഒരു പഠനമായിരിക്കും. അപ്പോൾ ഈ മുഖവുരയില്ലാതെ നമ്മളൊരു പുസ്തകത്തിനകത്തോട്ട് കയറി പഠിക്കുന്നത് അടിസ്ഥാനമില്ലാതെ വീട് പണിയുന്നത് തന്നെ. മനസ്സിലായോ? അപ്പോ ഒരു നല്ല അടിസ്ഥാനം ഉണ്ടാകണം. ഏതൊരു പ്രസംഗത്തിലും ശ്രദ്ധിക്കണം. സഹോദരന്മാരായാലും സഹോദരിമാരായാലും ദൈവജനം മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ സഹോദരിമാർക്കും സഹോദരിമാരുടെ ഇടയിൽ പഠിപ്പിക്കാനൊക്കെ സാധിക്കുമെന്ന്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണം നല്ല ഒരു ഇൻട്രൊഡക്ഷൻ, നല്ല ഒരു മുഖവുര ആ മെസ്സേജിനെ അങ്ങ് സമ്പുഷ്ടമാക്കും. അപ്പോൾ ഏതൊരു ചുമ്മാ വിഷയം എന്ന് പറഞ്ഞ ഒരു വാക്യം വായിച്ചേച്ച് അതും ഇതും പറയുകയല്ല. അതിന് ആ വാക്യത്തിന്റെ സന്ദർഭം, ആരാണ് എഴുതിയത്, എപ്പോഴാണ് എഴുതിയത്, അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ്, ആ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്, ഇതെല്ലാം കൃത്യമായിട്ട് ഇൻട്രൊഡക്ഷനിൽ വരണം, മുഖവുരയിൽ വരണം. അതുകൊണ്ട് നമ്മളും ഒരു മുഖവുര ആദ്യം ഒന്ന് പഠിച്ചിട്ട് ഈ പുസ്തകത്തിനുള്ളിലേക്ക് പ്രവേശിക്കാം എന്നാണ് വിചാരിക്കുന്നത്. പുതിയ നിയമത്തിൽ 4 സുവിശേഷങ്ങളും എഴുതേണ്ട, ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്, പൊതുവായിട്ട് അറിയാം. എങ്കിലും ഇത് നമ്മുടെ പഠനത്തിൽ ഒന്ന് ടച്ച് ചെയ്ത് പോകേണ്ടത് ആവശ്യമാണ്, പരാമർശിച്ചു പോകേണ്ടത് ആവശ്യമാണ്. അപ്പോ ഈ പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിൽ 4 സുവിശേഷങ്ങൾ, ഗോസ്പൽസ്. 5-ാമത്തെ അപ്പസ്തലന്മാരുടെ പ്രവർത്തികൾ എന്ന് പറയുന്ന പുസ്തകം, അത് ആദ്യത്തെ സഭാചരിത്രമാണ്, ചർച്ച് ഹിസ്റ്ററിയാണ്, സഭാ ചരിത്രമാണ്. തുടർന്ന് വരുന്നത് റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെയുള്ള 21 ലേഖനങ്ങളാണ്. ഈ 21 ലേഖനങ്ങളെ അറിയപ്പെടുന്നത് ഉപദേശങ്ങൾ എന്ന പേരിലാണ്. ആ ലേഖനങ്ങൾ വെച്ചാണ് ബൈബിളിലെ ഉപദേശങ്ങൾ സ്ഥാപിക്കപ്പെടുക. അപ്പോ 21 ലേഖനങ്ങൾ, ഉപദേശങ്ങൾ. പുതിയ നിയമത്തിൽ ഒരു പ്രവചന പുസ്തകമേ ഉള്ളൂ, അത് വെളിപാട് പുസ്തകമാണ്. പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകം വെളിപാട് പുസ്തകമാണ്. അപ്പോ ഇങ്ങനെ സുവിശേഷങ്ങൾ, ചരിത്രം, ഉപദേശം, പിന്നെ പ്രവചനം എന്നിങ്ങനെ 4ആയിട്ട് തിരിച്ചു വേണം നമ്മൾ പുതിയ നിയമം പഠിക്കാൻ. അതിൽ യോഹന്നാന്റെ എഴുത്തുകൾ ഞാൻ പിന്നീട് പറയേണ്ടതാണ്, പിന്നീട് നമ്മൾ അത് ചിന്തിക്കും. യോഹന്നാന്റെ എഴുത്തുകളെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ യോഹന്നാൻ 5 പുസ്തകങ്ങൾ പുതിയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ 5 പുസ്തകങ്ങൾ പുതിയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ അതൊന്ന് പറഞ്ഞു പോകാം. ഒന്ന്, സുവിശേഷങ്ങളിൽ ഒരു സുവിശേഷം, ലേഖനങ്ങളിൽ 3 ലേഖനങ്ങൾ, ഒടുവിൽ വെളിപാട് പുസ്തകം. അപ്പൊ എത്രയായി? സുവിശേഷം 1, ലേഖനങ്ങൾ 3, 1 4, വെളിപാട് പുസ്തകം 1. അപ്പൊ എത്രയായി? 5 പുസ്തകം. അതുകൊണ്ട് പുതിയ നിയമത്തിൽ ഇദ്ദേഹം ഈ 5 പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത് കൊണ്ട്, ശ്രദ്ധിക്കണേ, ഇനി ഞാൻ പറയുന്ന കാര്യം, ഈ 5 പുസ്തകങ്ങൾ ഇദ്ദേഹം എഴുതിയിട്ടുള്ളത് കൊണ്ട് ഇദ്ദേഹത്തെ വിളിക്കുന്നത്, വിശേഷിപ്പിക്കുന്നത് പുതിയ നിയമത്തിലെ പഞ്ചഗ്രന്ഥകാരൻ എന്ന്. മനസ്സിലായല്ലോ? പുതിയ നിയമത്തിലെ പഞ്ചഗ്രന്ഥകാരൻ. പഴയ നിയമത്തിലെ പഞ്ചഗ്രന്ഥകാരൻ ആരാണ്? അറിയാം, മോശയാണ് അല്ലേ? ആദ്യത്തെ 5 പുസ്തകങ്ങൾ എഴുതിയ മോശയാണ് പഴയ നിയമത്തിലെ പഞ്ചഗ്രന്ഥകാരൻ. പുതിയ നിയമത്തിലെ പഞ്ചഗ്രന്ഥകാരൻ, അധ്യായങ്ങളൊക്കെ കുറവാണെങ്കിലും പുതിയ നിയമത്തിലെ പഞ്ചഗ്രന്ഥകാരൻ കർത്താവിന്റെ ദാസനായ
യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരിൽ ഒരുവനായ യോഹന്നാനാണ്. ഇനി നമ്മൾക്ക് ഈ 4 സുവിശേഷങ്ങളെ കുറിച്ച് പ്രധാനമായിട്ട് 4 കാര്യം ഒന്ന് പറഞ്ഞു പോകും. ഒരു വിഹക വീക്ഷണം, ഓടിച്ചൊരു നോട്ടം. എന്താണ് മത്തായി സുവിശേഷം? സഖരിയ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. സഖരിയ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കേണ്ട, കുറിച്ചിട്ടാ മതി. എന്നിട്ട് ഞാൻ ഈ പറയുന്ന വാക്ക് അതിനോട് ചേർത്ത് അങ്ങ് എഴുതിയിട്ടാ. ഇതാ നിന്റെ രാജാവ്. മത്തായി സുവിശേഷത്തിലെ വിഷയം എന്താണെന്നറിയാമോ? എന്താ? ബിഹോൾഡ് ദൈ കിങ്. ഇതാ നിങ്ങളുടെ രാജാവ്. മത്തായി തന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ രാജത്വമാണ്. യേശുക്രിസ്തുവിനെ രാജാവായി വിവരിക്കുന്ന പുസ്തകമാണ്, സുവിശേഷമാണ്. പുസ്തകം എന്നതിനേക്കാൾ നല്ല വാക്ക് സുവിശേഷമാണ്. ഏത്? മത്തായി എഴുതിയ സുവിശേഷം. ഒറ്റ വാചകത്തിൽ അത് ഞാൻ പറഞ്ഞു പോയി, 2 വാചകത്തിൽ. രണ്ടാമത്തെ സുവിശേഷം ഏതാണ്? മർക്കോസിന്റെ സുവിശേഷം. യെശയ്യാ പ്രവചനം 52-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ, യെശയ്യാ പ്രവചനം 52-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ, ബിഹോൾഡ് മൈ സെർവന്റ്, ഇതാ എന്റെ ദാസൻ. മർക്കോസ് സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ ആരായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ ദാസനായിട്ടാണ്. ഞാൻ അതിന്റെ തെളിവുകളൊന്നും പറയുന്നില്ല, നമ്മുടെ പഠന യോഹന്നാൻ സുവിശേഷം. അതുകൊണ്ട് ചുരുക്കത്തിൽ ഇത്രയും മനസ്സിലാക്കിയതിനകത്ത് യാതൊരു തെറ്റുമില്ല, അബദ്ധവുമില്ല. ഈ മർക്കോസിന്റെ സുവിശേഷം കർത്താവായ യേശുക്രിസ്തുവിനെ ദാസനായി, യഹോവയുടെ ദാസനായി ചിത്രീകരിക്കുന്ന എന്ന് പറയുന്നത് വിവരിക്കുന്ന, വെളിപ്പെടുത്തുന്ന സുവിശേഷമാണ്. മൂന്നാമത് സഖരിയ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. സഖരിയ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. കൃത്യമായിട്ട് ഞാൻ ഈ പറയുന്നത് പോലെ ആയിരിക്കില്ല അവിടെ. ബിഹോൾഡ് ദ മാൻ, ഇതാ ആ മനുഷ്യൻ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വമാണ് വിവരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ സമ്പൂർണ്ണ മനുഷ്യനായി വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് ഏത്? സുവിശേഷമാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം. അവസാനത്തെ സുവിശേഷം നമ്മുടെ പാഠ്യവിഷയം, നമ്മുടെ പഠന വിഷയമായ യോഹന്നാൻ എഴുതിയ സുവിശേഷം. ബിഹോൾഡ് യുവർ ഗോഡ്, ഇതാ നിങ്ങളുടെ ദൈവം. യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. യെശയ്യാവ് 40-9. എന്താ? ഇതാ നിങ്ങളുടെ ദൈവം. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വം വിവരിക്കുന്ന, യേശുക്രിസ്തു ദൈവമാണ് എന്ന് വ്യക്തമാക്കുന്ന, തെളിയിക്കുന്ന സുവിശേഷമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം. അത് തുടങ്ങുന്നത് തന്നെ നമുക്കറിയാം എങ്ങനെയാ? വചനം ദൈവമായിരുന്നു, യേശുക്രിസ്തു ദൈവമായിരുന്നു, യേശുക്രിസ്തു ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ ഈ 4 സുവിശേഷങ്ങളിലെയും വിഷയം, അതൊരു ഏകദേശ രൂപം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇനി നമ്മൾക്ക് ഇന്നത്തെ പഠനത്തിൽ ഈ പുസ്തകം എഴുതിയതാര്, ഗ്രന്ഥകാരനും എഴുതിയ കാലഘട്ടം,
ഈ പുസ്തകം എഴുതിയത് ആരാണ്? ഇവിടെ ഞാൻ ചോദിക്കുക, ഈ യോഹന്നാന്റെ സുവിശേഷം എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ കണ്ണുടച്ച് എല്ലാവരും പറയത്തില്ലേ? ഇന്ന് സമ്മതിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പറയും എന്താ യോഹന്നാനാണ് എഴുതിയെന്ന് പറയും. ഒരു സംശയമില്ല, യോഹന്നാനാണ് എഴുതിയത് എന്ന് പറയും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ പുസ്തകത്തിൽ ഒരിടത്തെങ്കിലും യോഹന്നാന്റെ പേര് പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടില്ല. ഈ സുവിശേഷം എഴുതിയത് യോഹന്നാനാണ്, സംശയമില്ല, അത് സംശയരഹിതമായ കാര്യം. എന്നാൽ ഈ സുവിശേഷത്തിൽ ഒരിടത്തു പോലും യോഹന്നാന്റെ പേര് പറഞ്ഞിട്ടില്ല. പിന്നെന്താണ്, എന്തുകൊണ്ടാണ് ഈ സുവിശേഷം യോഹന്നാൻ അപ്പോസ്തലനാണ് എഴുതിയത് എന്ന് സഭ വിശ്വസിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത്? അതിന് പ്രസക്തമായ ചില തെളിവുകൾ. ഞാനത് ചുരുങ്ങിയ സെന്റൻസസിൽ, വാചകങ്ങളില് പെട്ടെന്നുള്ള ആശയങ്ങളായിട്ട് പറഞ്ഞു പോകും. ഒന്ന്, ഈ പുസ്തകത്തിൽ ഒരിടത്തും യോഹന്നാന്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ആദിമസഭയും, കേൾക്കണേ, ആദിമസഭയും പാരമ്പര്യവും, അപ്പസ്തലിക പാരമ്പര്യവും വ്യക്തമായി വിശ്വസിച്ചിരുന്ന കാര്യം, ആർക്കും ഒരു സംശയവുമില്ലാതെ വിശ്വസിച്ചിരുന്ന വസ്തുതയാണ് ഈ സുവിശേഷം യോഹന്നാൻ ആണ് എഴുതിയത് എന്ന് വിശ്വസിച്ചു. ആർക്കും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്, AD 130 മുതൽ, പ്രത്യേകം എഴുതുക, AD 130 മുതൽ 200 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രായമേറിയ ഒരു സഭാപിതാവായിരുന്നു ഐറേനിയസ്. പലരും വായിച്ചിട്ടുണ്ടാവും ഐറേനിയസ്. ഐറേനിയസ് എന്ന് പറഞ്ഞാൽ 130 എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഏത് കാലഘട്ടത്തിലാണ്? 1-ാം നൂറ്റാണ്ടിനോട് തൊട്ടടുത്തുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഐറേനിയസ് എന്ന് പറഞ്ഞ ആ പിതാവ് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഈ സുവിശേഷം യോഹന്നാൻ അപ്പോസ്തലന്റേതാണ് എന്ന് താൻ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു, ഞാൻ പറയുന്ന തലതിരിഞ്ഞു പോയി, പോളികാർപ്പ് എന്ന് പറഞ്ഞ ഒരു ദൈവദാസനുണ്ടായിരുന്നു. പോളികാർപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കാം, കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്ന അനുഗ്രഹീതനായ ദൈവദാസനാണ് പോളികാർപ്പ് എന്ന് പറയുന്നത്, സഭാപിതാവ്. അദ്ദേഹം ജീവിച്ചിരുന്ന AD 70 മുതൽ 160 വരെയുള്ള കാലഘട്ടം. AD 70 മുതൽ 160 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പോളികാർപ്പ് എന്ന് പറഞ്ഞ സഭാപിതാവ് തന്റെ ശിഷ്യനായ ഐറേനിയസിന് വ്യക്തമായിട്ട് എഴുതി നൽകിയിട്ടുണ്ട്, ഈ സുവിശേഷം യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയതാണ്. AD 70 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഏത് കാലഘട്ടമാണ്? കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് ദൈവത്തിന്റെ സഭ ആരംഭിച്ച് 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നയാളാണ് ഈ പോളികാർപ്പ് എന്ന് പറഞ്ഞ വിശുദ്ധൻ. ആ ദൈവദാസൻ അംഗീകരിച്ചിരിക്കുന്നു, യോഹന്നാൻ അപ്പോസ്തലനാണ് ഈ പുസ്തകം എഴുതിയത് എന്ന്. ഇനി വേറൊരു രസാവഹമായ സംഗതി കൂടെ ഉണ്ട് കേട്ടോ. എന്താണെന്നറിയാം, ഈ പോളികാർപ്പ് ആരായിരുന്നെന്നറിയാമോ? പോളികാർപ്പ് യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ഒരാളാണ്. അപ്പോസ്തലനായി യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു പോളികാർപ്പ്. ഇപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയേ, ഈ പുസ്തകം എഴുതിയത് ആരാ? സംശയിക്കേണ്ട വല്ല കാര്യമുണ്ട്? യോഹന്നാന്റെ സന്തത സഹചാരിയായി യോഹന്നാനോടൊപ്പം പ്രവർത്തിച്ച പോളികാർപ്പ്
തൻ്റെ ശിഷ്യനായ ഐറേനിയസിന് എഴുതുമ്പോൾ, മാത്രമല്ല സഭയുടെ ചരിത്രത്തിൽ എഴുതുമ്പോൾ, അദ്ദേഹം കൃത്യമായി പറഞ്ഞത് ഈ സുവിശേഷം യോഹന്നാൻ അപ്പസ്തലൻ എഴുതിയതാണ്. ചുരുക്കത്തിൽ ഐറേനിയസിന് ശേഷമുള്ള എല്ലാ സഭാപിതാക്കന്മാരും ആ കാലഘട്ടത്തിന് ശേഷമുള്ള സഭയും വിശ്വസിച്ചത്, അംഗീകരിച്ചത് ഈ പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവ്, ഈ സുവിശേഷത്തിന്റെ പുസ്തകം എന്നല്ല, ഈ സുവിശേഷത്തിന്റെ ഗ്രന്ഥകർത്താവ് യോഹന്നാൻ അപ്പസ്തലൻ ആയിരുന്നു എന്ന് തന്നെയാണ്. ഞാൻ ഇത്രയും കാര്യങ്ങൾ അങ്ങ് പറഞ്ഞങ്ങ് പോവുകയാണ്. ഇനിയും ശ്രദ്ധിച്ചാൽ ഒരുപാട് തെളിവുകളുണ്ട് കേട്ടോ. അലക്സാണ്ട്രിയയില് ക്ലെമന്ത്, പിന്നെ മറ്റുള്ള എല്ലാ പിതാക്കന്മാരും യോഹന്നാനാണ് ഈ സുവിശേഷം എഴുതിയത് എന്ന് വിശ്വസിച്ചു. ഇനി മറ്റൊരു കാര്യം കൂടെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മുടെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന സഹോദരങ്ങളോട് തന്നെ ഒരു ചോദ്യം. ഒത്തിരി അങ്ങ് പിന്നെ തല ചൂടാകുന്നുണ്ടോ? ശ്രദ്ധിക്കുക. ഈ നമ്മുടെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന നമ്മുടെ സഹോദരങ്ങളോട് ഒരു ലളിതമായ ചോദ്യം ചോദിക്കുക. നിങ്ങൾക്ക് സുവിശേഷങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള സുവിശേഷം ഏതാണ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? യോഹന്നാൻ എഴുതിയ സുവിശേഷം. തീർച്ചയായിട്ടും വരുന്ന മറുപടി അതാ. മറ്റവരോട് ആരോടെങ്കിലും വെറുപ്പുണ്ടായിട്ടോ? അല്ല, വെറുപ്പുണ്ടായിട്ടല്ല. യോഹന്നാന്റെ സുവിശേഷത്തിന് ഒരു പ്രത്യേക ആത്മീകമായ ഒരു വലിയ പ്രാധാന്യം അതിനുണ്ട്. ഞാൻ അതാ പറയാൻ വന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അലക്സാണ്ട്രിയയിലെ ക്ലെമന്ത് എന്ന് പറഞ്ഞ ദൈവദാസൻ, ആ സഭാപിതാവ് AD 150 മുതലുള്ള കാലഘട്ടത്തിൽ, 150 മുതൽ 215 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ് ഈ ക്ലെമന്ത് എന്ന് പറഞ്ഞ ദൈവദാസൻ. ആ ദൈവദാസൻ ഫിലിപ്പിയ ലേഖനത്തിൽ കാണുന്ന ക്ലെമന്ത് അല്ല കേട്ടോ, വേറെ ക്ലെമന്താണ്. അപ്പൊ ആ ദൈവദാസൻ ഈ സുവിശേഷത്തെ വിശേഷിപ്പിച്ചത് എ സ്പിരിച്വൽ ഗോസ്പൽ എന്നാണ്, ഒരാത്മീക സുവിശേഷം. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. സുവിശേഷങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സുവിശേഷം ഈ യോഹന്നാന്റെ സുവിശേഷം. എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസിയുമാണ്, എല്ലാ പുസ്തകങ്ങളെയും തുല്യമായി തന്നെ സ്നേഹിക്കണം. എന്നാൽ നമ്മൾ മനുഷ്യരായതുകൊണ്ട് ചില പുസ്തകങ്ങളോട് നമ്മൾക്ക് താല്പര്യം കുറച്ച് കൂടാൻ സാധ്യത. ലേഖനങ്ങളിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണ്? ലേഖനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ലേഖനം ഏതാണ്? നമ്മൾ പഠിച്ചതാണ്. ഏതാ? റോമാലേഖനമാണ്. പൊതുവെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ലേഖനമാണ് റോമാലേഖനം. എന്നാൽ ഞാൻ പറയട്ടെ, വിശ്വാസികൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത പുസ്തകം ഏതാണെന്നറിയാം? പുതിയ നിയമത്തില് നിങ്ങൾ പറയുകയല്ലോ, പുതിയ നിയമത്തിൽ ഏറ്റവും താല്പര്യമില്ലാത്ത പുസ്തകം ഏതാണ്? വെളിപാട് പുസ്തകമാണ്. വെളിപാട് പുസ്തകമാണ്. ഞാന് ഒരു വലുതോക്തി ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ നമ്മൾ ഏറ്റവും പ്രിയപ്പെടേണ്ട പുസ്തകങ്ങളിൽ ഒന്നാണ് വെളിപാട് പുസ്തകം. സാന്ദർഭികമായി ഞാനൊന്ന് പറയട്ടെ, മറ്റെല്ലാ പുസ്തകവും വായിച്ചാലും ആത്മീയമായ അനുഗ്രഹവും ഭാഗ്യവും ഒക്കെ ഉണ്ടാകും. എന്നാൽ വെളിപാട് പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് എന്താണെന്നറിയാം? 1:3 ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവര് ഭാഗ്യവാന്മാരാണ്, വായിച്ച് കേൾപ്പിക്കുന്നവര് ഭാഗ്യവാന്മാരാണ്, അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാൻ. അതുകൊണ്ട് നമ്മൾ ആ പുസ്തകത്തെ അവഗണിക്കരുത് കേട്ടോ, ആ പുസ്തകത്തെ പഠിക്കണം. ഈ യോഹന്നാന്റെ ഗ്രന്ഥമാണ് താൻ എഴുതിയ ഗ്രന്ഥങ്ങളിൽ
ഒന്നാണ് അത്. ഇനിയും ഈ പുസ്തകം നമ്മൾ പഠിച്ചാൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മുടെ റെജിമോൻ പാസ്റ്ററൊക്കെ ഉണ്ടല്ലോ, അവരോടൊക്കെ കൂടെ ആയിട്ട് ഞാൻ പറയട്ടെ, ഈ പുസ്തകം പഠിച്ചാൽ, ഈ യോഹന്നാന്റെ സുവിശേഷം പഠിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷത്തിന് യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തികൾ പറയുന്നു. കർത്താവ് ചെയ്ത പ്രവൃത്തികൾ പറയുന്നു. ഇനിയും കർത്താവ് ചെയ്ത അടയാളങ്ങൾ പലതും പറയുന്നു. ഈ പ്രവൃത്തി അടയാളവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാം. കർത്താവ് ശിഷ്യന്മാരുടെ, അപ്പസ്വലന്മാരുടെ പാദം കഴുകി, അതൊരു പ്രവൃത്തിയാണ്. എന്നാൽ യേശു ചെയ്ത ആദ്യത്തെ അടയാളം അത് വെള്ളം വീഞ്ഞാക്കിയത്. അപ്പൊ യേശു ചെയ്ത അടയാളങ്ങളുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, കർത്താവ് എന്ത് ചെയ്തിട്ടും എന്ത് അടയാളങ്ങൾ ചെയ്തിട്ടാണെങ്കിലും കർത്താവ് അതിൻ്റെ ഒരു വിശദീകരണം നൽകുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം ഒരു ദീർഘമായ വിശദീകരണം. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞിട്ട് മുന്നോട്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. പഠനത്തിന്റെ നമ്മൾ പറയുന്ന ഒരു ശൈലി ഞാൻ പറഞ്ഞത് 5000 ഒന്നും അല്ലല്ലോ. അപ്പോൾ യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. മറ്റു 3 സുവിശേഷന്മാരും അത് പറയുന്നു. യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു എന്ന് 3 സുവിശേഷന്മാരും പറയുന്നുണ്ട്. എന്നാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താ? യോഹന്നാൻ മാത്രമാണ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു കഴിഞ്ഞ്, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, എന്റെ മാംസം തിന്നാതെയും എന്റെ രക്തം കുടിക്കാതെയും ഇരിക്കുന്നവന് ഉള്ളിൽ ജീവൻ ഉണ്ടാകയില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് കർത്താവ് പറഞ്ഞാണല്ലോ അല്ലേ? മറ്റൊരു വിട്ടു, മറ്റൊരു 3 പേരും അത് വിട്ടു. എന്നാൽ യോഹന്നാൻ എന്ത് ചെയ്തു? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എന്തുമാത്രം പ്രയോജനം ചെയ്യുന്ന ഒരു പ്രഭാഷണമാണത്. ഇതാണ് നമ്മൾ പണ്ട് ചിന്തിച്ചിട്ടുള്ള പോലെ, ചോറ് വെന്തോന്നറിയാൻ കലത്തിലെ ചോറ് മുഴുവൻ എടുത്തൊന്ന് ഞെക്കി നോക്കണ്ടല്ലോ. പിന്നെ ഒരു ഉദാഹരണത്തിന് ഒന്ന് മാത്രം ഞാൻ പറഞ്ഞതേ. ഇതാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒരു സവിശേഷത. ഇനിയും ഈ പുസ്തകത്തിന്റെ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള തെളിവുകൾ, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ, ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള തെളിവുകൾ നമ്മൾ പരിശോധിച്ചാൽ ഈ സുവിശേഷം എഴുതിയത് യോഹന്നാനാണ് എന്ന പാരമ്പര്യ വിശ്വാസത്തെ ഉറപ്പിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഞാനത് വേഗത്തിൽ ഒരു പോയിന്റ്, ഒരു വളരെ പ്രധാനപ്പെട്ട ആശയം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ആരും വിഷമിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. എളുപ്പമല്ല. എന്താ പറഞ്ഞ പുസ്തകത്തിൽ ദാവീദിന്റെ എന്തോ ഒരു പോയിന്റ് പറഞ്ഞു. എപ്പോഴ് ദാവീദിന്റെ കാര്യം പറഞ്ഞു? ദാവീദിന്റെ കാര്യം പറഞ്ഞില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒടുവിൽ അത് പറയാം കേട്ടോ. ഒടുവിലാണ്. ഓക്കെ, താങ്ക് യു. ഈ പാരമ്പര്യ വിശ്വാസം അനുസരിച്ച് യോഹന്നാനാണ് എഴുതി. ഇനിയും ഈ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന, അരക്കിട്ടുറപ്പിക്കുന്ന ഒരു വലിയ തെളിവ് ഞാനിവിടെ ഒന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കും. എന്താണെന്നറിയാമോ? ഈ ആദ്യത്തെ 3 സുവിശേഷങ്ങൾ ആരും മറന്നുപോകരുത്. ഞാൻ ഈ പറയുന്ന കാര്യം ആരും മറന്നുപോകരുത്. ആദ്യത്തെ 3 സുവിശേഷങ്ങളെ അറിയപ്പെടുന്നത് സമവീക്ഷണ സുവിശേഷമാണ്. എന്താ?
സമവീക്ഷണ സുവിശേഷം. അതിന് ഗ്രീക്ക് ഭാഷയോട് ബന്ധമുള്ള ഒരു ടേമാണ് പിന്നെ വേദശാസ്ത്രപരമായിട്ട് ഉപയോഗിക്കുന്നത്. സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ന സിനോപ്റ്റിക് ഗോസ്പൽസ് എന്നാണ് ഈ ആദ്യത്തെ 3 മത്തായി, പിന്നെ മർക്കോസ്, ലൂക്കോസ്, ഈ 3 സുവിശേഷങ്ങളെ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സമവീക്ഷണ സുവിശേഷം. ആ പേരിൽ തന്നെ ഉണ്ടല്ലോ. അതിന്റെ കാരണം എന്താ? ഈ ആദ്യത്തെ 3 പേരും ഒരേ വീക്ഷണത്തിലാണ് കർത്താവിനെയും കർത്താവിന്റെ ഉപദേശങ്ങളെയും കർത്താവിന്റെ പ്രവൃത്തികളെയും ആ ജീവചരിത്രത്തെയും ഒരേ വീക്ഷണത്തിൽ അവതരിപ്പിക്കുന്നത് ആദ്യത്തെ 3 സുവിശേഷകന്മാർ. അതുകൊണ്ടാണ് ആ സുവിശേഷകന്മാരെ സമവീക്ഷണ സുവിശേഷകന്മാർ എന്നും ആ സുവിശേഷങ്ങളെ സമവീക്ഷണ സുവിശേഷങ്ങൾ എന്നും വിളിക്കുന്നത്. ഞാൻ പറയാൻ വന്ന ആശയം എന്താണെന്നറിയാമോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താ? ഈ സമവീക്ഷണ സുവിശേഷങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഈ 3 സുവിശേഷങ്ങളിൽ കേൾക്കുന്നുണ്ടല്ലോ, യോഹന്നാന്റെ പേര് 20 പ്രാവശ്യം പറയുന്നു. യോഹന്നാൻ അപ്പോസ്തലന്റെ പേര് സമവീക്ഷണ സുവിശേഷങ്ങളിൽ 20 പ്രാവശ്യം പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളിന്റെ പേര് ഈ 4-ാമത്തെ സുവിശേഷത്തിൽ വിട്ടുകളയുന്നു. അത്രയ്ക്ക് പ്രാധാന്യമുള്ള യോഹന്നാന്റെ പേര് 4-ാമത്തെ സുവിശേഷത്തിൽ കാണുന്നില്ലെങ്കിൽ, 4-ാമത്തെ സുവിശേഷത്തിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, പറഞ്ഞിട്ടില്ലെങ്കിൽ, അതിന്റെ അർത്ഥം ഈ സുവിശേഷം എഴുതിയ ആളാണ് യോഹന്നാൻ എന്നാണ്. വേറൊരാളാണ് എഴുതിയിരുന്നതെങ്കിൽ വേറൊരാളെയാണ് എഴുതിയിരുന്നതെങ്കിൽ നിങ്ങൾ പറഞ്ഞേ, യോഹന്നാന്റെ പേര് ഇതിൽ കാണുകയല്ലേ? തീർച്ചയായിട്ടും യോഹന്നാൻ അപ്പോസ്തലന്റെ പേര് ചിന്തിക്കേണ്ട കാര്യം, ഒഴിവാക്കാൻ ആർക്കും പറ്റാത്ത ഈ പേര് ഈ സുവിശേഷത്തിൽ ഒഴിവായെങ്കിൽ അതിനൊരു മൂല കാരണമുണ്ട്. ആ കാരണം ഈ സുവിശേഷം എഴുതിയത് യോഹന്നാൻ അപ്പോസ്തലൻ ആണെന്ന് തന്നെയാണ്. ഇനി മറ്റൊരു തെളിവ് നമുക്ക് ചിന്തിക്കാം. ഈ യോഹന്നാന്റെ പേര് പറയേണ്ടിടത്ത് യോഹന്നാന്റെ പേര് പറയേണ്ടി വരുന്ന സാഹചര്യം, ഞാൻ ഇതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഈ യോഹന്നാൻ എന്ന അപ്പോസ്തലനെ അറിയപ്പെടുന്നത് എങ്ങനാന്നറിയാമോ? എങ്ങനാ? അന്തർവൃത്തത്തിലെ സുവിശേഷം, ഇന്നർ സർക്കിളിലെ സുവിശേഷം, സുവിശേഷകനല്ല, അപ്പോസ്തലൻ, ഇന്നർ സർക്കിളിലെ അപ്പോസ്തലൻ, അന്തർവൃത്തത്തിലെ അപ്പോസ്തലൻ. മനസ്സിലായോ എന്ന് പറയുന്ന അർത്ഥം? മൊത്തം എത്ര അപ്പോസ്തലന്മാരായിരുന്നു? 12 അപ്പോസ്തലന്മാരാണ്. അതിൽ ഈ അപ്പോസ്തലനെ ബാക്കി 9 പേരെയും ഒഴിവാക്കിയിട്ട് ഈ അപ്പോസ്തലനെ കൂടെ ഉൾപ്പെടുത്തി കർത്താവ് പോയ ചില സ്ഥലങ്ങളുണ്ട്, ഇല്ലേ? കർത്താവ് പോയ ചില സ്ഥലങ്ങളുണ്ട്. ഒന്ന് യായിറോസിന്റെ വീട്ടില് ഈ 3 പേരെയും കൊണ്ടാ പോയത്. പിന്നെ മർരൂപ മലയില് ഈ 3 പേരെയും കൊണ്ടാ പോയത്. പിന്നെ ഗത്സമന തോട്ടത്തിൽ തന്റെ അടുത്തിരുത്തിയത് ഈ 3 പേരെ, തന്റെ ഏറ്റവും അടുത്തിരുത്തിയത് ഈ 3 പേരെ. ആരെയൊക്കെയാ? പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും. യോഹന്നാന്റെ സഹോദരനാണ് യാക്കോബ്. അപ്പോ യോഹന്നാന് തന്റെ സഹോദരനായ യാക്കോബിനെയും
ശീമോൻ പത്രോസിനെയുമാണ് ഇന്നർ സർക്കിളിലെ അപ്പസ്തലന്മാർ, എന്താ, അന്തർവൃത്തത്തിലെ അപ്പസ്തലന്മാർ എന്ന് അറിയപ്പെടുന്നത് ഈ 3 അപ്പസ്തലന്മാരാണ്. ഓർക്കണം, ഇത്രയ്ക്ക് പ്രാധാന്യമുള്ള യോഹന്നാനെ, ഈ 3 പേരിൽ ഒരുവനായി യോഹന്നാനെ ഒരു കാരണവശാലും ഈ സുവിശേഷത്തിൽ ഒഴിവാക്കുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്? ഈ പുസ്തകം എഴുതിയത് യോഹന്നാൻ അപ്പസ്തലനാണ് എന്ന് തന്നെയാണ്. ഇനിയും ഞാൻ ഇനി പറയാൻ വന്ന കാര്യത്തിലേക്ക് വരാം. ഈ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം, ഇത് നോട്ടിലൊക്കെ എഴുതി സൂക്ഷിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഈ സുവിശേഷം നമ്മൾ ശ്രദ്ധിച്ചാൽ യോഹന്നാന്റെ പേര് പറയേണ്ട സ്ഥാനത്ത് യോഹന്നാന്റെ പേര് പറയാതെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രയോഗം. ഞാൻ അതിന് ചില തെളിവുകൾ പറയാം. 1-ാം അധ്യായത്തില് 35 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരുമായി അവിടെ നിൽക്കുമ്പോൾ 35-ാമത്തെ വാക്യം, യോഹന്നാൻ പിന്നെയും തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് പറയുന്നു. ഇനി 40-ാം വാക്യം നോക്കി, യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസാകും. മറ്റേ ആളെന്തി? 2 പേരല്ലേ നിന്ന്? 2 പേരല്ലേ? ആ 2 പേര് നിന്നവരിൽ ഒരാളിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, മറ്റേ ആളിന്റെ പേര് പറഞ്ഞിട്ടില്ല. നോക്കണം. അപ്പോൾ ഈ സുവിശേഷകനെ തിരുവെഴുത്തിൽ നിന്ന് നമ്മൾക്ക് ഇവിടെ നിന്നും മനസ്സിലാകുന്ന ഒരു കാര്യം, യോഹന്നാൻ തന്റെ പേര് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എന്നെ പോലുള്ള ദൈവദാസന്മാർക്കൊരു നല്ല മാതൃക. എന്നെ ആരും അറിയില്ല. ഞാൻ എഴുതുന്ന ഈ അക്ഷരങ്ങളിലൂടെ, ഞാൻ വരയ്ക്കുന്ന ചിത്രത്തിൽ ഞാൻ വേണ്ട. ആര് മതി? യേശു ക്രിസ്തു മതി. കർത്താവിനെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹീതനായ ഒരു ദൈവദാസനെയാണ് നമ്മൾക്കിവിടെ കാണാൻ കഴിയും. ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഈ 1-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാല് മറ്റേ ശിഷ്യൻ എന്നുള്ള വാക്ക് അവിടെ കാണാൻ പറ്റും. പിന്നീട് യോഹന്നാന്റെ പേര് പറയാൻ നിർബന്ധിതനാകുന്ന ഘട്ടത്തിൽ അതൊരു സന്ദേശമാട്ടോ, അതൊരു മെസ്സേജാണ്. ഞാൻ ഇനി പറയാൻ പോകുന്നത് ഒരു മെസ്സേജാണ്. വചനം മറ്റുള്ളവരുമായിട്ട് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ദൈവദാസന്മാരും സഹോദരിമാരും ഒക്കെ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ അവർക്കിത് വളരെ പ്രയോജനപ്പെടും മറ്റുള്ള സ്ഥലത്ത് ശുശ്രൂഷിക്കാനായി. ഈ യോഹന്നാന്റെ പേര് പറയേണ്ട സ്ഥാനത്തെല്ലാം യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രയോഗം എന്താണെന്നറിയാം? 13-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 13:21. പെട്ടെന്ന് വായിക്കണേ, ഇത് വായിച്ചു. 13:23. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ. whom Jesus loved. യേശു സ്നേഹിച്ച ഒരുത്തൻ. ഇത് മറ്റ് സുവിശേഷന്മാരല്ല, മറ്റപ്പസ്വലന്മാര് ഇത് വായിച്ചാൽ അവർക്ക് എന്നാ തോന്നും? യോഹന്നാനോട് ചോദിക്കത്തില്ലേ? അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത അല്ലേ?
എന്താ? എടാ യോഹന്നാനെ, നിന്നെ മാത്രമേ യേശു സ്നേഹിച്ചുള്ളൂടാ, ഞങ്ങളെ സ്നേഹിച്ചില്ലേ എന്ന് ചോദിച്ചു അല്ലേ? എന്നാൽ നമ്മൾ ഓർക്കണം, നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മൾക്ക് അനുഭവപ്പെടും, എൻ്റെ അമ്മ എന്നെയാണ് കൂടുതൽ സ്നേഹിച്ചത് എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നും. എൻ്റെ അപ്പൻ എന്നെയാണ് കൂടുതൽ സ്നേഹിച്ചതെന്ന്. എൻ്റെ ജ്യേഷ്ഠൻ പറയും, നിന്നെ അല്ലടാ എന്നെയാ കൂടുതൽ സ്നേഹിച്ചതെന്ന് പറയും. ഞാൻ പറഞ്ഞേട്ട് കാരണം സൂര്യന്റെ പ്രകാശവും ചൂടും എല്ലാവർക്കും ഒരുപോലെയാണ് കിട്ടുന്നത്. യേശുക്രിസ്തുവിന്റെ സ്നേഹം എല്ലാവർക്കും ഒരുപോലെയാണ് കിട്ടുന്നത്. പക്ഷേ അത് അനുഭവിക്കുന്നവർക്ക് തോന്നുന്നത് എനിക്ക് മാത്രമാണ് ഇത് കിട്ടുന്നതെന്നാണ്. അതാണ് യോഹന്നാൻ പറഞ്ഞതിന്റെ അർത്ഥം. എന്താ? എന്നെയാണ് എൻ്റെ കർത്താവ് കൂടുതൽ സ്നേഹിക്കുന്നത്. നോക്കണം, ഇവിടെ ഈ 13-ാം അധ്യായത്തില് ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വലിയ ആശയമുണ്ട്. എന്താണെന്നറിയാം? അവൻ ആ പ്രശ്നത്തിന്റെ രാത്രിയിൽ, പലരും യേശു കർത്താവിനെ ഇട്ടിട്ട് ഓടിപ്പോകുന്ന രാത്രിയിൽ, കർത്താവ് വളരെയേറെ ഉള്ളം കലങ്ങി വേദനിക്കുന്ന രാത്രിയിൽ, ഈ ശിഷ്യൻ യേശുവിന്റെ മാറോട് ചാരി. ഒരു വലിയ സന്ദേശമുണ്ട് അവിടെ. നോക്കണം, സ്നേഹം കർത്താവിന്റെ മാറിനോട് ചാരിയിരിക്കുന്നതാണ്. തന്റെ പേര് പറയുന്നതിന് പകരം എന്തോ ചെയ്തു? യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറയും. രണ്ടാമത് നോക്കിയേ, 19-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിലാണ് ഇതേ പ്രയോഗം. 19:26 വായിക്കാമോ? ശിഷ്യൻ യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്. എവിടെ? യേശു ക്രൂശിൽ നിൽക്കുക. ആ സമയത്ത് ക്രൂശിൽ നിൽക്കുന്ന കർത്താവ്, സ്തോത്രം, എന്താ കാണുന്നതെന്നറിയാമോ? തന്റെ അമ്മയുണ്ട് മുമ്പില്. തന്റെ അമ്മയോട് കൂടെ ആരുമുണ്ട്? ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതാണ് സ്നേഹത്തിന്റെ ഒരു വലിയ സ്വഭാവം. എന്താ? കഷ്ടത വന്നപ്പോ ക്രൂശിന്റെ മുമ്പിൽ നിൽക്കാൻ ആരും ഇല്ലായിരുന്നു. അവരെല്ലാവരും ഓടിപ്പോയി. എന്നാൽ സ്നേഹം കുരിശിന്റെ മുമ്പിൽ നിന്നു. കുരിശിന്റെ മുമ്പിൽ നിൽക്കുക മാത്രമാണോ? അവിടെ നിങ്ങൾ നോക്കിയേ, യേശു തന്റെ അമ്മയെ ആരെ ഏൽപ്പിക്കുക? നിന്റെ മകൻ. സ്തോത്രം. തന്റെ അമ്മയെ യേശു സ്നേഹിച്ചവനെ ഏൽപ്പിച്ചത്. കർത്താവിന് വിശ്വസിക്കാൻ കൊള്ളാകുന്ന ഒരു അപ്പസ്തലൻ. ഞാനൊരു വാക്ക് പറഞ്ഞു പോകാം. സ്നേഹം എപ്പോഴും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ആ നാഴിക മുതൽ ആ അമ്മയെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു. മൂന്നാമത് 20-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. 20-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. അവൾ ഓടി ശീമോൻ പത്രോസിന്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്നു. നോക്കണം, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ വിവരം യേശുവിന് പ്രിയനായ ശിഷ്യന്റെ അടുക്കൽ ചെന്ന് മറിയ പറയുക. അപ്പോൾ നോക്കണം, അവിടെ ഒരു മത്സര ഓട്ടം നടക്കുന്നുണ്ട്. ആ 20-ാം അധ്യായത്തിന്റെ 1 മുതൽ ഉള്ള വാക്യങ്ങളിൽ അത് കാണാൻ പറ്റും. 8-ാം വാക്യം നോക്കി. ആദ്യം കല്ലറയ്ക്കലെത്തിയ മറ്റേ ശിഷ്യനും. 4-ാം വാക്യം നോക്കി. ഇരുവരും ഒന്നിച്ചോടി മറ്റേ ശിഷ്യൻ പത്രോസിനെ, ആര്? യേശുവിന് പ്രിയനായ. സ്നേഹത്തിന്റെ കാലുകൾക്ക് വേഗതയുണ്ട്. ഇതൊരു മത്സര ഓട്ടം. ഒന്നാമത് ഓടി കർത്താവിന്റെ കല്ലറയ്ക്കല്. ഞാൻ അത്രയും പറയുന്നു. ഇതൊക്കെ വലിയ ആശയങ്ങളല്ലേ? സമയം തീരാറായതുകൊണ്ടാണ്. സ്തോത്രം. കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ നമ്മുടെ കാലുകൾക്ക് വേഗതയുണ്ടാവും. ഒന്നാമത് ഞാൻ എന്ന് കർത്താവിനെ സ്നേഹിക്കുന്നവന്റെ ഹൃദയത്തിൽ പ്രേരണയുണ്ടാകും. 21-ാം അധ്യായത്തിലേക്ക് വന്നേ. 21-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം.
യേശു യേശു സ്നേഹിച്ച സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. ഇതെവിടാ? ഗന്നസരത്ത് തടാകത്ത്. കർത്താവ് കരയെ നിൽക്കുക. ഇവരെല്ലാം മീൻ പിടിക്കാൻ കഷ്ടപ്പെടുക, ഒന്നും പിടിച്ചില്ല. കർത്താവിനെ വിട്ടേച്ചു പോയി 7 പേര് ഒരുമിച്ച് എന്ത് ചെയ്യുക? മീൻ പിടിക്കുക. പക്ഷെ ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ, നിങ്ങള് ഈ ഒന്നും പിടിച്ചില്ലല്ലോ, ഇതുവരെ ഒന്നും പിടിച്ചില്ലല്ലോ. നിങ്ങൾ നിൽക്കുന്ന ആ പടകിന്റെ വലത്തുഭാഗത്തോട്ടൊന്ന് വീശാൻ പാടില്ല. എന്താ? പടക് നിറച്ചു മീൻ വലിച്ചു കയറ്റാൻ പോയി. അവിടെ നോക്കിയേ, നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നോക്കിയേ, 7-ാം വാക്യം. യേശു സ്നേഹിച്ച ശിഷ്യൻ കർത്താവിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. ആരും അറിഞ്ഞില്ല കരയെ നിൽക്കുന്നത് കർത്താവാണ് എന്ന്. ആർക്കാ മനസ്സിലായത്? സ്തോത്രം, സ്തോത്രം. ഇതിനൊക്കെ ഒത്തിരി ഉദാഹരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അവിടോട്ടൊന്നും. സ്നേഹത്തിന് ശബ്ദം തിരിച്ചറിയാൻ കഴിയും. ഒടുവിലായി 21-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം നോക്കി. 20-ാം വാക്യം. പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ടു. അത്താഴത്തിൽ അവന്റെ മതി. അത്താഴത്തിൽ അവൻ നെഞ്ചോട് ചാഞ്ഞിരുന്ന ഈ ശിഷ്യൻ എന്ത് ചെയ്തു? യേശുവിന്റെ പിന്നാലെ. കർത്താവിനെ സ്നേഹിക്കുന്നവൻ കർത്താവിന്റെ പുറകെ പോകും, യേശുവിനെ പിൻചെല്ലും. നോക്കിയേ, എവിടെ വരെ യോഹന്നാൻ യേശുവിനെ പിൻചെന്നു? പത്മോസിൽ ആരോരുമില്ലാത്ത സ്ഥലത്ത് അവൻ യേശുവിനെ പിൻചെന്നു. തീർന്നോ? പത്മോസിൽ നിന്ന് സ്വർഗത്തിലേക്ക് അവൻ എടുക്കപ്പെട്ടു. അവൻ യേശുവിനെ സ്വർഗത്തിലേക്ക് വരെ പിൻചെന്നു. സ്വർഗീയ കാഴ്ചകൾ കണ്ടു. ഇനിയും ഭൂമിയിൽ എന്തെല്ലാം നടക്കാം. ഞാൻ ഒറ്റ വാചകത്തിൽ അത് പറഞ്ഞ് വിടട്ടെ. ആ മെസ്സേജ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ, യേശുവിനെ സ്നേഹിക്കുന്നവർ, യേശുവിനാൽ സ്നേഹിക്കപ്പെടുന്നവർ, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്, ഉണ്ടാകേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ചിന്തിച്ചത്. ഇനിയും ചിന്തിക്കാം. ഇങ്ങനെ ഒരു ശിഷ്യന്റെ പേര് എന്ത് ചെയ്തിട്ടില്ല? യേശുവിന്റെ മാറിൽ ചാരിയുന്നവനാണ്, കുരിശിന്റെ ചുവട്ടിൽ നിന്ന് ഉത്തരവാദിത്വം ഏറ്റെടുത്തവനാണ്, ആദ്യം ഓടി കല്ലറയ്ക്ക് ചെന്നവനാണ്, പിന്നെ കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞവനാണ്, യേശുവിനെ പിഞ്ചത്. ഇങ്ങനെ ഒരാളിന്റെ പേര് ഈ പുസ്തകത്തിൽ പറയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, ഈ സുവിശേഷം എഴുതിയത് ഈ ശിഷ്യനാണ്. കേട്ടോ? അപ്പൊ നമ്മള് ഇന്നിപ്പൊ ചിന്തിച്ച് അവസാനിപ്പിച്ചത്, യോഹന്നാനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്പോസ്തലന്റെ പേര് ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ പുസ്തകം യോഹന്നാൻ ആണ് എഴുതിയത് എന്നുള്ളതിന്റെ ഏറ്റവും മികച്ച തെളിവ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് കുറെ കൂടെ കാര്യങ്ങൾ, ഇതൊരു സ്പിരിച്വൽ ഗോസ്പൽ, ആത്മീക സുവിശേഷമായതുകൊണ്ട് ചില ആത്മീക സത്യങ്ങൾ കൂടെ പറഞ്ഞ് നമ്മുടെ ക്ലാസ് തുടരാൻ ആണ് ഞാൻ ശ്രമിച്ചത്. സംബന്ധിച്ച എല്ലാവർക്കും നന്ദി. കർത്താവ് നമ്മെ